മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് അന്തരിച്ചു. ഇന്ന് രാവിലെ 7:40 അദ്ദേഹം അന്തരിച്ചത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ മൃതദേഹം നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള നിരവധി പേരാണ് നിലമ്പൂരിലെ വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ, സംസ്കാര ചടങ്ങുകൾ, മറ്റ് പൊതുദർശനത്തിൻ്റെ മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? കിരൺ, രാവിലെ 10 മണിയോടെയാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിച്ചത്. ഇപ്പോഴും പൊതുദർശനം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ നിരവധി പ്രമുഖ നേതാക്കളും സാധാരണക്കാരും അടങ്ങുന്ന വലിയ ഒരു ജനസഞ്ചയം തന്നെയാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ 1 മണിക്കൂർ മുൻപ് 12 മണിയോടെ നിലമ്പൂരിലെ വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങി. രാഹുൽ ഗാന്ധിയുടെ കൂടെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖരും ഉണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ K സുധാകരനും ആര്യാടന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. വലിയ തോതിൽ തന്നെ ആളുകളുടെ ഒരു ഒഴുക്ക് നമുക്കിവിടെ കാണാം. നമുക്കറിയാം, നിലമ്പൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയത്തിലെ ഏറ്റവും തലമൂത്ത മുതിർന്ന നേതാവായിരുന്നു. അതിനുപരി ഒരു രാഷ്ട്രീയത്തിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു. ഈ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റങ്ങൾ അനവധിയാണ്. കഴിഞ്ഞ 8 തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 21 കൊല്ലത്തിലധികമായിട്ട് അദ്ദേഹം തന്നെയാണ്, 27 വർഷമാണ് അദ്ദേഹം തന്നെയാണ് നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയിരുന്നത്. 2011 ശേഷം അദ്ദേഹം ഇതിൻ്റെ രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയതിന് ശേഷം മാത്രമാണ് LDFന് പോലും ഇവിടെ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിച്ചത്. അപ്പോൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയത്തിലും മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയത്തിലും കേരളത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സ്ഥാനം അത് സമാനതകളില്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിടവാങ്ങലിൻ്റെ സമയത്ത് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ആളുകളുടെ ഒരു കണക്ക് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കാണുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹം എത്രമാത്രം ജനഹൃദയങ്ങളിൽ ഇടം നേടിയിരുന്ന വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രയേറെ തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. എന്താണെങ്കിലും ഇന്ന് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിനുള്ളിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. നേരത്തെ പൊതുദർശനത്തിനായിട്ട് മലപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന ഒരു ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഉണ്ടാകില്ല എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 9 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. നിലമ്പൂർ മുക്കട്ട വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് രാവിലെ 9 മണിയോടെ ഖബറടക്കം ഉണ്ടാവുക. അതുവരേക്കും അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുവാൻ, ഇവിടേക്ക് എത്തുവാൻ എല്ലാവർക്കും അവസരമുണ്ട്. ഇപ്പോഴും നിലമ്പൂരിലെ വീട്ടിലേക്ക് പ്രമുഖ നേതാക്കൾ പലരും വരും മണിക്കൂറുകളിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആര്യാടൻ മുഹമ്മദിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. കിരൺ, ശരി. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി വന്നു മടങ്ങി അദ്ദേഹത്തിന്റെ യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, ആര്യാടൻ മുഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ തന്നെ യാത്ര തുടരണമെന്ന് നേതാക്കളോട് ആവശ്യപ്പെട്ടുവെന്നാണ് നേരത്തെ VD സതീശൻ പറഞ്ഞത്. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടരുകയാണ്. അദ്ദേഹം 12 മണിയോടെ റോഡ് മാർഗമാണ് ഇവിടേക്ക് എത്തിയത്. തുടർന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ച് തൃശ്ശൂരിലേക്ക് തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. ഇനി 4 മണിക്ക് യാത്ര വീണ്ടും ആരംഭിക്കുമ്പോൾ അദ്ദേഹം അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം നിലമ്പൂരിലേക്ക് മത്സരിക്കാൻ വന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ആര്യാടൻ മുഹമ്മദിൻ്റെ ആശീർവാദം ഉണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി ഇവിടേക്ക് മത്സരിക്കാൻ വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളന്ന് ആര്യാടനെ വന്ന് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നത് വയനാടിന് മാത്രമല്ല കേരളത്തിലൊന്നാകെ അത് UDFന് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്രമാത്രം രാഹുൽ ഗാന്ധിക്കും ഈ ഒരു കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും അധികായനായിട്ടുള്ള ഒരു ആചാര്യനായിട്ടുള്ള ഒരു വ്യക്തി എന്ന ബഹുമാനം അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്
തൃശ്ശൂരിലെ യാത്രക്കിടയിൽ സമയം കണ്ടെത്തി അദ്ദേഹം ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയത്. എന്നാണെങ്കിലും വൈകുന്നേരത്തോടെ രാഹുൽ 4 മണിയോടെ തന്നെ തൃശ്ശൂരിലെ എത്തി ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കും, പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മലപ്പുറത്തേക്ക് രാഹുലിൻ്റെ യാത്ര 2 ദിവസങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് അവസാനത്തെ സ്വീകരണ കേന്ദ്രം വഴിക്കടവാണ്. 28-ാം തീയതി നിലമ്പൂരിൽ വൈകുന്നേരം ഒരു വലിയ പൊതുസമ്മേളനവും രാഹുൽ ഈ യാത്രയോടനുബന്ധിച്ച് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒരുപക്ഷെ അത് ആര്യാടൻ്റെ ഓർമ്മയിൽ കൂടിയാകും ആ ഒരു സമ്മേളനം എന്നതും ഈ ഒരു സാഹചര്യത്തിൽ ഏറെ പറയേണ്ട ഒരു കാര്യമാണ്. കിരൺ. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള നിരവധി ആളുകളാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ നിലമ്പൂരിലുള്ള വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 9 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ. കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കളെല്ലാം തന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റ് പാർട്ടികളുടെ പ്രധാന നേതാക്കളും അതോടൊപ്പം മുഖ്യമന്ത്രി അടക്കമുള്ളവരും ആര്യാടൻ മുഹമ്മദിൻ്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദിൻ്റെ മകനും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണങ്ങളിലേക്ക്. നാളെ രാവിലെ 9 മണിക്ക് നിലമ്പൂര് മുക്കട്ട വലിയ പള്ളി ജുമാ മസ്ജിദ് സംസ്കരിക്കാനാണ് പറഞ്ഞ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ നേരെ നിലമ്പൂരിലേക്ക് പോവാണ്. വീട്ടിൽ പൊതു ദർശനത്തിന് വയ്ക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ആര്യാടൻ മുഹമ്മദിന്റെ വിയോഗം കോൺഗ്രസ് പ്രസ്ഥാനത്തിനാകെയും വ്യക്തിപരമായി തനിക്കും വലിയ നഷ്ടമാണെന്ന് രാഹുൽ ഗാന്ധി. താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ് അദ്ദേഹമെന്നും രാഹുൽ ഗാന്ധി ഓർത്തെടുത്തു. A grassroots politician who went up all the way from the grassroots and was a excellent politician, even better human being. It's a huge loss for us. It's a tragedy for us, and for me, he was a guide and an elder brother, and it's also a personal loss for me. So that's what I wanted to say. ആര്യാടൻ മുഹമ്മദിന്റെ സംഭാവന കേരളത്തിന് മറക്കാൻ സാധിക്കില്ലെന്ന് AK ആന്റണി. കറകളഞ്ഞ മതേതരവാദിയാണ് ആര്യാടനെന്ന ഉമ്മൻചാണ്ടി. തനിക്ക് ഗുരുനാഥരെയാണ് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിയോഗം ജനാധിപത്യ ശക്തികൾക്ക് വലിയ നഷ്ടമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നേതാക്കളുടെ അനുസ്മരണങ്ങളിലേക്ക്. എനിക്ക് ഏറ്റവും ദീർഘകാലമായി ഹൃദയബന്ധമുണ്ടായിരുന്നൊരു ആത്മസുഹൃത്തിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിൽ ചെറുപ്പക്കാരെ വളർത്തുവാൻ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന നേതാവാണ് അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. കേരളത്തിലെ അധ്വാന വർഗത്തിന് അദ്ദേഹത്തെ മറക്കാൻ സാധ്യമല്ല. കേരളത്തിലെ മതേതര കേരളത്തിനെ ബഹുസ്വര കേരളത്തിന് അദ്ദേഹത്തെ മറക്കാൻ സാധ്യമല്ല. കേരളത്തിൽ എല്ലാത്തരം വർഗീയതയും പ്രത്യാഘാതം നോക്കാതെ വെള്ളം ചേർക്കാതെ എതിർത്ത അപൂർവ നേതാക്കന്മാരിൽ ഒരാൾ ആര്യാടൻ മുഹമ്മദ് തന്നെയാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുമായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇന്നത്തെ കേരളത്തിന് ആര്യാടൻ്റെ നഷ്ടം വലിയ ആഘാതമാണ്, കനത്ത നഷ്ടമാണ്. ഞാൻ എൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് 6 പതിറ്റാണ്ട് കാലം നടുനായകത്വം വഹിച്ചുകൊണ്ട് ധീരമായ നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാവിനെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ജനാധിപത്യ പ്രസ്ഥാനത്തിനും നഷ്ടമാകുന്നത്. തന്റെ സ്വയാർജിതമായ വായന കൊണ്ടും അറിവുകൊണ്ടും പരിണതപ്രജ്ഞനായ കേരള നിയമസഭ കണ്ട ഏറ്റവും പ്രഗത്ഭരായ പാർലമെന്റേറിയന്മാരുടെ മുൻനിരയിലായിരുന്നു ആര്യാടൻ സാറിന്റെ സ്ഥാനം. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി നിയമസഭയിലെ എന്റെ ഗുരുനാഥനെയാണ് നഷ്ടപ്പെട്ടത്. ആര്യാടൻ മുഹമ്മദ് സാഹിബിന്റെ വിയോഗ വാർത്ത ഞങ്ങളിവിടെ UAEയിലാണ് ഇന്ന് കാലത്ത് കേട്ടത്. അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. പോളിറ്റിക്സിൽ സത്യത്തിൽ ഒരു ആര്യാടൻ ഘട്ടം തന്നെ ഉണ്ടായിരുന്നു. അത്ര വിപുലവും വ്യാപകവുമായിരുന്നു
ആര്യാടന്റെ സ്വാധീനം. സ്വന്തമായി കാര്യങ്ങൾ പഠിച്ച് അത് അവതരിപ്പിക്കാനുള്ള ഒരു നേതാവിന്റെ കഴിവ് അത് ആര്യാടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാവരുമായി സൗഹൃദത്തിലും വളരെയേറെ ശ്രദ്ധയോടുകൂടി പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും അല്ലാതെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ് ആര്യാടൻ മുഹമ്മദ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിച്ച അനുഭവവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കാണാനാവും. ആര്യാടൻ മുഹമ്മദിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ഇടതുപക്ഷവുമായി യോജിച്ചും വിയോജിച്ചും പ്രവർത്തിച്ച രാഷ്ട്രീയ പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിന് എന്നും അദ്ദേഹം തയ്യാറായിരുന്നു. തന്റെ വാദമുഖങ്ങൾ അതിശക്തമായി നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിൽ മികവ് പുലർത്തിയിരുന്ന സാമാജികനായിരുന്നു ആര്യാടൻ മുഹമ്മദെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ആര്യാടൻ മുഹമ്മദിന്റെ നിര്യാണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുശോചിച്ചു. പുരോഗമനപരവും മതേതരവുമായ സമീപനവും ജനഹിതം നന്നായി അറിഞ്ഞുള്ള പ്രവർത്തനം കൊണ്ട് സർവരുടെയും ആദരം ഏറ്റുവാങ്ങിയ നേതാവായിരുന്നു അദ്ദേഹമെന്ന് ഗവർണർ അനുസ്മരിച്ചു. 7 പതിറ്റാണ്ട് രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്ന വ്യക്തിത്വമാണ് ആര്യാടൻ മുഹമ്മദ്. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയാണ് ആര്യാടൻ കോൺഗ്രസിന്റെ നേതൃനിരയിലെത്തിയത്. MLAയും മന്ത്രിയുമായി ദീർഘകാലത്തെ പാർലമെന്ററി പ്രവർത്തനത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ പകരം വെക്കാനാവാത്ത നേതാവായി ആര്യാടൻ മാറി. നിലമ്പൂരിനെ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയ നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ്. നിലമ്പൂർ തന്നെയായിരുന്നു ആര്യാടന്റെ തട്ടകവും. കുഞ്ഞാക്കി എന്ന് നിലമ്പൂരുകാരുടെ വിളി കേട്ടാണ് ആര്യാടൻ മുഹമ്മദ് രാഷ്ട്രീയത്തിലെ പടവുകൾ ഓരോന്നും കയറിയത്. 1935 മെയ് 15 ജനനം. 1959 വണ്ടൂർ ഫർക്ക കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി നേതൃനിരയിലേക്ക്. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ DCC പ്രസിഡന്റ്. 65-ലും 67-ലും നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും കെ കുഞ്ഞാലിയോട് തോറ്റു. കുഞ്ഞാലി വധമായിരുന്നു ആര്യാടന്റെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയുടെ കാലം. വധക്കേസിൽ പ്രതിയായി ജയിൽവാസമനുഷ്ഠിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. 1980-ൽ ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും അവിടെയും പരാജയപ്പെട്ടു. ആ വർഷം MLA ആകാതെ നയനാർ മന്ത്രിസഭയിൽ വനം തൊഴിൽ മന്ത്രിയായി. 87 മുതൽ 2011 വരെ നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ മാത്രമാണ് നിയമസഭയിലെത്തിയത്. ആന്റണി, ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിലും ആര്യാടൻ അംഗമായി. തൊഴിൽരഹിത വേതനം, കർഷക തൊഴിലാളി പെൻഷൻ നടപ്പാക്കിയതുമാണ് ഭരണരംഗത്തെ സംഭാവന. കറകളഞ്ഞ മതേതരവാദിയായി അറിയപ്പെട്ടിരുന്ന ആര്യാടൻ എതിരും രാഷ്ട്രീയ നേതാക്കളുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഹാത്രസിൽ കലാപമുണ്ടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനായി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പനടക്കം 4 പേർ നിയോഗപ്പെട്ടെന്നാണ് EDയുടെ ആരോപണം. ഇവർ 1,36 ലക്ഷം രൂപയുടെ ധനസഹായം ലഭിച്ചെന്നും ED ആരോപിക്കുന്നു. ഡൽഹി കലാപത്തിലും പോപ്പുലർ ഫ്രണ്ട് പങ്കുള്ളതായി ED കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. വിദേശത്ത് നിന്ന് പണമെത്തിയത് റൌഫ് ഷെരീഫ് എന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവ് വഴിയാണെന്നും ED പറയുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ പണം പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിച്ചെന്നും ED ലക്നൌ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. തമിഴ്നാട്ടിൽ BJP ഓഫീസുകൾക്ക് നേരെ വീണ്ടും ബോംബേറ്. കന്യാകുമാരി ജില്ലയിൽ ഓഫീസുകൾക്ക് നേരെയും നേതാക്കളുടെ വീടുകൾക്ക് നേരെയുമാണ് ആക്രമണം ഉണ്ടായത്. BJP നേതാവും വ്യവസായിയുമായ കല്യാൺ സുന്ദരത്തിന്റെ വീടിന് നേരെ ഇരുചക്ര വാഹനത്തിലെത്തിയ 2 പേരാണ് രാത്രിയിൽ പെട്രോൾ ബോംബെറിഞ്ഞത്. മധുര, സേലം ജില്ലകളിൽ RSS നേതാക്കളുടെ വീടുകൾക്ക് നേരെയും അക്രമികൾ പെട്രോൾ ബോംബെറിഞ്ഞു. PFI റെയ്ഡിന് പിന്നാലെ കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ BJP ഓഫീസുകൾക്ക് നേരെ ബോംബേറുണ്ടായിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചീഫ് സെക്രട്ടറി ഇന്നലെ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 250ഓളം പേർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും തമിഴ്നാട് DGP ശൈലേന്ദ്ര ബാബു അറിയിച്ചു. കുറ്റക്കാർക്കെതിരെ രാജ്യസുരക്ഷാ നിയമപ്രകാരം കേസെടുക്കുമെന്നും DGP പറഞ്ഞു.
ഓപ്പറേഷൻ ഒക്ടോപ്പസിന്റെ ഭാഗമായുള്ള അന്വേഷണം കേരളത്തിൽ കൂടുതൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിലേക്ക് കൂടി നീളുന്നു. റെയ്ഡ് ഭയന്ന് സംഘടനാ ചുമതലയുണ്ടായിരുന്ന ചില ഭാരവാഹികൾ സംസ്ഥാനം വിട്ടതായും സൂചനയുണ്ട്. സംസ്ഥാന പോലീസിന് ഒരു വിവരവും ചോരാത്ത വിധത്തിലാണ് കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ പുരോഗമിക്കുന്നത്. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ടിനായി പണപ്പിരിവ് നടത്തിയ നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വ്യാപാര ആവശ്യത്തിനെന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ച് ഹവാല ഇടപാടിലൂടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇത് വിനിയോഗിച്ചതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖ നേതാക്കളെ വധിക്കാൻ ഹിറ്റ് സ്ക്വാഡിന് രൂപം നൽകിയതിനു പുറമെ ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ വെച്ച് പരിശീലനം നൽകിയതായും NIAക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ആഭ്യന്തര സംഭാവനക്കാരിൽ നിന്നും വിദേശ ഇടപാടുകളിൽ നിന്നുമായി പിരിച്ചെടുത്ത 120 കോടിയിലധികം രൂപ തീവ്രവാദ പരിശീലനത്തിനും അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഉപയോഗിച്ചതായി കേന്ദ്ര ഏജൻസികൾക്ക് തെളിവ് ലഭിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയപ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്ന സമൂഹമാധ്യമ അക്കൌണ്ടുകളടക്കം രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലാണ്. യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ PFI സംഘടിത ശ്രമങ്ങൾ നടത്തിയതായും അറസ്റ്റിലായവരുടെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. കണ്ണൂർ പാനൂരിൽ SDPI പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേർ. പാറാട് സ്വദേശി അജ്മലിന്റെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് സംഭവം. 2 ബോംബുകളിൽ 1 മാത്രമേ പൊട്ടിയുള്ളൂ. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പൊട്ടാത്ത ബോംബ് നിർവീര്യമാക്കി. മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം അക്രമം ഒഴിവാക്കലാണെന്നും അക്രമത്തിന് എല്ലാ സാഹചര്യവും ഒരുക്കി നൽകിയിട്ട് ഇന്നലെ വാ തുറന്നെന്നും കേന്ദ്രമന്ത്രി V. മുരളീധരൻ. അപലപിക്കലല്ല, അക്രമം ഒഴിവാക്കലാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. CPM സംസ്ഥാന സെക്രട്ടറി ഒന്നും അറിയാതെ സംസാരിക്കുകയാണ്. PFI നിരോധനത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. AKG സെന്റർ ആക്രമണത്തിൽ പ്രതി ജിതിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കി ക്രൈംബ്രാഞ്ച്. പ്രതി സ്കൂട്ടറിൽ യാത്ര തുടങ്ങിയത് ഗൗരീശപ്പെട്ടത്ത് നിന്ന്. തുടർന്ന് തമ്പുരാൻ മുക്കലുടെ കുന്നുകുഴിയിലെത്തി. സ്പാർക്ക് ഓഫീസിന് സമീപത്തുകൂടി AKG സെന്ററിന് മുന്നിലെത്തി സ്ഫോടകവസ്തു എറിഞ്ഞു. ഇതിനുശേഷം പോയത് കുന്നുകുഴി വഴി തമ്പുരാൻ മുക്കിലേക്ക്. CCTV മൊബൈൽ ടവറും കേന്ദ്രീകരിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കിയത്. പ്രതിയെ ഇന്നലെ 6 ഇടത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രധാന തെളിവുകൾ കൊണ്ടെടുത്തെന്നാണ് സൂചന. അതേസമയം പ്രതിക്ക് സ്കൂട്ടർ എത്തിച്ചു കൊടുത്ത വനിതാ നേതാവ് ഒളിവിലാണ്. കൊച്ചിയിൽ വീണ്ടും കൊലപാതകം. കലൂരിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. 1.5 മാസത്തിനുള്ളിൽ കൊച്ചി നഗരമധ്യത്തിലുണ്ടാകുന്ന 6ാമത്തെ കൊലപാതകമാണിത്. കലൂരിൽ ഗാനമേളയ്ക്കിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. എറണാകുളം പള്ളുരുത്തി സ്വദേശി രാജേഷിനെയാണ് കലൂരിൽ അർദ്ധരാത്രി കുത്തിക്കൊന്നത്. കലൂർ സ്റ്റേഡിയത്തിന് സമീപം ഇന്നലെ രാത്രി സ്വകാര്യ കമ്പനി സംഘടിപ്പിച്ച പരിപാടികൾക്കിടെയായിരുന്നു അക്രമം. ഗാനമേളയുമായി ബന്ധപ്പെട്ട് നടന്ന ലേസർ ഷോയിലെ ലൈറ്റ് ഓപ്പറേറ്ററായിരുന്നു കൊല്ലപ്പെട്ട 24-കാരനായ രാജേഷ്. പരിപാടി കാണാനെത്തിയ പെൺകുട്ടിയോട് 2 പേർ അപമര്യാദയായി പെരുമാറിയതാണ് സംഭവങ്ങൾക്ക് തുടക്കം. ഇത് സംഘാടകർ ചോദ്യം ചെയ്യുകയും രാജേഷ് അടക്കമുള്ളവർ ചേർന്ന് പ്രശ്നമുണ്ടാക്കിയ 2 പേരെയും ഗാനമേള കാണുന്നത് വിലക്കി പുറത്താക്കുകയും ചെയ്തു. ഇതിൽ അമർഷം പൂണ്ട ഇരുവരും പരിപാടി കഴിഞ്ഞ ശേഷം തിരിച്ചെത്തി സംഘാടകരെ ആക്രമിക്കുകയായിരുന്നു. പ്രതികളിലൊരാൾ കല്ലുകൊണ്ട് തലക്കടിക്കാൻ ശ്രമിച്ചത് രാജേഷിന്റെ സുഹൃത്തുക്കൾ തടഞ്ഞു. ഈ സമയം കയ്യിൽ കരുതിയ മൂർച്ചയുള്ള കത്തികൊണ്ട് രണ്ടാമൻ രാജേഷിനെ തുരുതുരാ കുത്തി. രാജേഷിനെ സുഹൃത്തുക്കളുടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൃത്യത്തിനു ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ ഇതിനകം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊല്ലം കൊട്ടാരക്കരയിൽ പോലീസ് ലോക്കപ്പിലിട്ട് 3ാം മുറ പ്രയോഗിച്ചെന്ന ആരോപണവുമായി ചികിത്സ തേടി യുവാവ്. കൊട്ടാരക്കര കിള്ളൂർ സ്വദേശി സുബീഷിന്റെ കണ്ണിൽ മുളക് സ്പ്രേ പ്രയോഗിക്കുകയും കാൽപാദം അടിച്ചു പൊള്ളിക്കുകയും ചെയ്തെന്നാണ് ആരോപണം. പാലക്കാട് മലമ്പുഴയിൽ 15-കാരിയായ +1 വിദ്യാർത്ഥിനി അമ്മയായ കേസിൽ യുവമോർച്ച പ്രവർത്തകൻ അറസ്റ്റിൽ. യുവമോർച്ച പിരായിരി മണ്ഡലം ഭാരവാഹി രഞ്ജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകിയാൽ പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ സ്കൂളിന് സമീപം താമസിക്കുന്ന പ്രതി ഇവരുമായി സൗഹൃദം സ്ഥാപിച്ച വിവാഹ വാഗ്ദാനം നൽകുകയായിരുന്നു. തുടർന്ന് നിരവധി തവണ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി. സച്ചിൻ പൈലറ്റ് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായേക്കും. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അശോക് ഗെഹ്ലോട്ട് സ്ഥാനം ഒഴിയുന്നതിന് പിന്നാലെയായിരിക്കും നിയമനം. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മുതിർന്ന നേതാവ് CP ജോഷിയും രംഗത്തുണ്ടെങ്കിലും ഗാന്ധി കുടുംബത്തിന്റെ പിന്തുണ സച്ചിൻ പൈലറ്റിനാണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇന്ന് വൈകിട്ട് 7-ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരും. ജയ്പൂരിൽ ഗെഹ്ലോട്ടിന്റെ വസതിയിൽ നടക്കുന്ന യോഗത്തിൽ നിരീക്ഷകനായി മല്ലികാർജ്ജുൻ ഖാർഗെയും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള അജയ് മാക്കാനും പങ്കെടുക്കും. നമീബിയയിൽ നിന്ന് ഇന്ത്യൻ മണ്ണിലെത്തിച്ച ചീറ്റപ്പുലികൾക്ക് പേര് നിർദ്ദേശിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന പേരായിരിക്കണം. മൃഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെപ്പറ്റിയും നിർദ്ദേശങ്ങൾ നൽകാം. മൃഗങ്ങളെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. മൻ കി ബാത്തിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം.
2 ദിവസ സന്ദർശനത്തിനായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേരളത്തിലെത്തി. രാവിലെ നെടുമ്പാശ്ശേരിയിൽ പ്രവർത്തകർക്കൊപ്പം മൻ കി ബാത്ത് പരിപാടി കേട്ട BJP അധ്യക്ഷൻ അല്പസമയത്തിന് മുമ്പ് കോട്ടയത്തെത്തി. കേന്ദ്ര പദ്ധതികളുടെ ഉപഭോക്താക്കളുടെ സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യം പങ്കെടുക്കുക. BJP കോട്ടയത്ത് നിർമ്മിച്ച പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വൈകുന്നേരം നദ്ദ നിർവഹിക്കും. നാളെ തിരുവനന്തപുരത്തും വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. ചൈനയിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ അട്ടിമറിച്ച പീപ്പിൾസ് ലിബറേഷൻ ആർമി ഭരണം പിടിച്ചെന്ന അഭ്യൂഹം. ഷീ ജിൻപിങ്ങിനെ വീട്ടുതടങ്കലാക്കിയെന്നും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്രചാരണം ശക്തമായി നടക്കുന്നുണ്ട്. അടുത്ത മാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം പാർട്ടി കോൺഗ്രസ് നടക്കാനിരിക്കെയാണ് അഭ്യൂഹ പ്രചാരണം. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ചൈനയുടെ ആജീവനാന്ത പ്രസിഡന്റാകാൻ ഭരണഘടന തിരുത്തിയ ഷീ ജിൻപിങ്ങിനെ അട്ടിമറിച്ചു. ഈ മാസം 14-ന് ഉസ്ബെക്കിസ്ഥാനിൽ ഷാങ്ഹായ് ഉച്ചകോടിക്കെത്തിയപ്പോഴാണ് അട്ടിമറിക്ക് കളമൊരുങ്ങിയതെന്നാണ് പ്രചാരണം. മുൻ പ്രസിഡന്റ് ഹു ജിന്താവോയും മുൻ പ്രധാനമന്ത്രി വെൻ ജിയാഭാവോയുമാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. പ്രസിഡന്റിന്റെയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെയും സുരക്ഷാ ചുമതലയുള്ള സെൻട്രൽ ഗാർഡ് ബ്യൂറോയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വിവരമറിഞ്ഞ ഷീ ജിൻപിങ് ബീജിംഗിലെത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തെന്നും സൈനിക മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നുമാണ് അഭ്യൂഹ പ്രചാരണം. ഷിയെ പിന്തുണയ്ക്കുന്നവർ ബീജിംഗിലെത്താതിരിക്കാൻ 80 കിലോമീറ്ററോളം നീളത്തിൽ സൈനിക വ്യൂഹം അണിനിരന്നെന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. സൈനിക ജനറൽ ലീ കിയോമിങ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തെന്നും ട്വിറ്റർ ഉൾപ്പെടെയുള്ള സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണമുണ്ട്. അഴിമതിയുടെ പേരിൽ ഷീ വിമർശകരായ മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് തിടുക്കപ്പെട്ട് വധശിക്ഷ വിധിച്ചത് ഇതിന്റെ ഭാഗമാണെന്നാണ് വാദം. എന്നാൽ ശക്തനായ ഷീ ജിൻപിങ്ങിനെ അട്ടിമറിക്കാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വിദേശയാത്ര കഴിഞ്ഞെത്തിയ ഷീ ജിൻപിങ് കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ക്വാറന്റൈനിലാണെന്നാണ് ഇവർ നൽകുന്ന സൂചന. സർക്കാർ നിയന്ത്രണത്തിലുള്ള വാർത്താ വെബ്സൈറ്റുകളിൽ ഷിയെ പുകഴ്ത്തിയുള്ള വാർത്തകളും ഇതിനിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 16-നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം പാർട്ടി കോൺഗ്രസ്. പ്രസിഡന്റ് സ്ഥാനത്ത് 2 തവണ ടേം എന്നത് ഒഴിവാക്കി ഷീ ജിൻപിങ് 3ാം തവണയും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനിരിക്കെയാണ് ഈ പ്രചാരണങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇനി കായിക വാർത്തകൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിനായി ദക്ഷിണാഫ്രിക്ക ടീം തിരുവനന്തപുരത്തെത്തി. ഓസ്ട്രേലിയയുമായുള്ള പരമ്പരയിലെ അവസാന മത്സരത്തിന് ശേഷം ഇന്ത്യൻ ടീം നാളെ വൈകിട്ട് തലസ്ഥാനത്തെത്തും. 28-നാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പരമ്പരയിലെ ആദ്യ മത്സരം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഇന്ന് വൈകിട്ട് 5 മുതൽ 8 മണി വരെ ദക്ഷിണാഫ്രിക്കൻ ടീം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.